നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യപിച്ചിട്ട് തുപ്പാനും പറ്റണില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റണില്ല എന്ന അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയിൽ ഭരണപക്ഷത്തിന്റെ നിലപാട് അഥവാ ഇടതുപക്ഷത്തിന്റെ നിലപാട്. ചെയ്തത് തെറ്റാണെന്ന് അറിയാമെങ്കിലും അത് ഉറച്ചു പറയാൻ പ്രതിപക്ഷത്തിനെ പൊളിക്കാൻ വീണുകിട്ടിയ ഒരു അവസരമായിട്ടും ചില സഖാക്കന്മാർ അത് ഉറച്ചു പറയാതെ നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം രാഹുലിനെതിരെ കമ എന്നൊരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ തളരുന്നത്ര കഥകളും ചോദ്യങ്ങളും പാർട്ടിക്കെതിരെയും പാർട്ടിയിലെ സ്വന്തം സഖാക്കന്മാർക്കെതിരെയും ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ബോധം ചില സഖാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മൗനം തുടരുന്നു. ആകെ ഈ വിഷയത്തിൽ മധുരപ്രതികാരം വീട്ടുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ്. പൊതിച്ചോറും അതിനുവേണ്ടി ഇറങ്ങുന്ന ഡിവൈഎഫ്ഐ സഖാത്തിമാരെയും വൃത്തികേടും തോന്നിവാസവും പറഞ്ഞ് അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതേ നാണയത്തിന്റെ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഡിവൈഎഫ്ഐ. മാങ്കൂട്ടത്തിൽ അപമാനിച്ച അതേ പൊതിച്ചോറ് പൊതിയാൻ രാഹുലിന്റെ പീഡന വാർത്തയുള്ള പേപ്പറിലൂടെയാണ് അവർ ആ മധുരപ്രതികാരം നടത്തുന്നത്. അപ്പോഴും മുതിർന്ന നേതാക്കന്മാരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ പതിഞ്ഞ സ്വരത്തിൽ മാത്രമായി മാറുന്നു. എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെയുള്ളവന്മാർ നാറിയാലും വേണ്ടില്ല, രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് രംഗത്തെത്തുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് പങ്കുവച്ചാണ് കക്ഷി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടാത്തത് പാലക്കാട്ടെ ജനം സഹിക്കട്ടെ എന്നോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ ആർക്കാണ് ഇത്ര പേടി എന്നാണ് വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള ചോദ്യം. പോസ്റ്റ് പങ്കുവച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ പോസ്റ്റിൽ നിരവധി പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. മുകേഷിനെ ഇപ്പോൾ സഹിക്കുന്നത് പോലെ ഇതും അങ്ങ് സഹിച്ചേക്കോ ഡെസ്കിൽ കയറി ചേട്ടാ എന്നും, മുകേഷിനെ പേടിയുള്ളത് കൊണ്ടാണ് CPM കുറ്റപത്രം സമർപ്പിച്ചും രാജിവെക്കേണ്ട എന്ന നിലപാട് എടുത്തത് എന്നും തുടങ്ങി നിരവധി കമന്റുകൾ ഇപ്പോൾ പാർട്ടിക്കെതിരെയും സഖാക്കന്മാരുടെ നിലപാടിനെതിരെയും ഉയരുന്നുണ്ട്. അതേസമയം മറുവശത്ത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് അടക്കമുള്ള ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താര ടോജോ അലക്സിനെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതായത് തെറ്റ് ചെയ്യുന്നവരെക്കാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് ഈ സമൂഹം ക്രൂശിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ. കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ കടുത്ത വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത്. കടുത്ത അശ്ലീല പരാമർശങ്ങളും ഇക്കൂട്ടർ വനിതാ നേതാവിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. താരയെ ഒറ്റുകാരിയാണ് എന്നും ഇടതു സർക്കാരിന്റെ ഭരണത്തിലുള്ള കൊള്ളയെ കഴിഞ്ഞ 5 വർഷം തുറന്നുകാട്ടിയ യുവാവിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒറ്റിയെന്നുമാണ് ഷഹന കുര്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ നിന്നും വിമർശിച്ചുകൊണ്ട് പറയുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, പക്ഷേ വെള്ളം കോരുന്നത് നമ്മുടെ ഇടയിൽ നിന്നുള്ളവർ തന്നെയാകുമ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കുകയല്ലേ എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ വേറെയുമുണ്ട്. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിച്ച് സീറ്റൊപ്പിക്കാൻ നോക്കിയ യൂദാസിന്റെ സ്ത്രീ രൂപത്തെ കോൺഗ്രസിന്റെ എല്ലാ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും തൂക്കിയിട്ടുണ്ട്. ഇനി ഓള് സ്ഥിരമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പോൺകുമാരനുമായി ചേർന്ന് ഗ്രൂപ്പുകൾ തുടങ്ങി ഇവിടെ ചർച്ചിക്കട്ടെ എന്ന തീരുമാനമെടുത്ത സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്നിങ്ങനെ പോകുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വിമർശനങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് താര ടോജോ അലക്സ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് ദീർഘമായൊരു കുറിപ്പ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. പാർട്ടിയിൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണ് കേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നും, ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്ത ഇല്ലാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും താര ഫേസ്ബുക്കിലൂടെ ചോദ്യമുയർത്തിയിരുന്നു. ഇത് വിവിധ മാധ്യമങ്ങളിലും വാർത്തയായതാണ്. എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? എന്തുകൊണ്ടാണ് വെളിച്ചത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? അതിക്രമത്തിനിരയായ പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകി? എന്തുകൊണ്ട് പേര് പറയുന്നില്ല? എന്തുകൊണ്ട് വെളിച്ചത്ത് വരുന്നില്ല? എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ വിലപിക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ പുറത്തു വരുന്ന മനുഷ്യരോട് നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റി ഇനിയെങ്കിലും ആത്മവിമർശനത്തോടെ ചിന്തിക്കാൻ സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഇവിടുത്തെ സമൂഹം തയ്യാറാകണം എന്നതായിരുന്നു താരയുടെ വിമർശനം. അതേസമയം രാഹുലിന് നിലവിൽ സസ്പെൻഷൻ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. രാഹുലിന്റെ സസ്പെൻഷൻ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് എന്നും വിവരം പ്രഖ്യാപിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. നേതൃത്വത്തിന് മുന്നിൽ പരാതി വന്നിട്ടില്ലെന്നും അതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുമാണ് പാർട്ടിയുടെ നിലപാട്. കാലാവധി തീരുമാനിക്കാതെയാണ് സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച സണ്ണി ജോസഫ് മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകിയിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ
രാജിവെക്കണമെന്ന അഭിപ്രായമില്ല എന്നാണ് കെ സുധാകരനും പറഞ്ഞത്. പാർട്ടി എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. എന്നാൽ ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്നാണ് താൻ കരുതിയതെന്നാണ് തൃക്കാക്കര MLA ആയ ഉമാ തോമസ് പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ രാജിപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് താൻ കരുതിയതെന്ന് അവർ പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം താൻ പ്രതികരിച്ചത് എന്നും ഉമാ തോമസ് കൂട്ടിച്ചേർത്തു. പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ പറയുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും ഉമാ തോമസ് ചൂണ്ടിക്കാട്ടി. എന്റെ പ്രതികരണം ഞാൻ തന്നു കഴിഞ്ഞു. പറയാനുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വളരെ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞു. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനിക്കട്ടെ. മിനിഞ്ഞാന്ന് തന്നെ അദ്ദേഹം രാജിവെക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സമ്മേളനം നടക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്റെ അഭിപ്രായം പറഞ്ഞത് എന്നും ഉമാ തോമസ് കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഉമാ തോമസിനെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. വിവിധ കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകളിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ അധിക്ഷേപ പരാമർശമാണ് ഇവർക്കെതിരെ ഉണ്ടായത്. ഈ വിഷയത്തിലും ഉമാ തോമസ് പ്രതികരിച്ച രംഗത്തെത്തി. അതിനെ സൈബർ ആക്രമണം എന്നൊന്നും പറയേണ്ടതില്ല. തന്നെ പോലെ അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിനെ ഒരു ആക്രമണം എന്നൊന്നും കാണുന്നില്ല, പറയുന്നില്ല. വ്യക്തിഹത്യയോ അധിക്ഷേപമോ അതൊന്നും വായിക്കാനോ പോയിട്ടില്ല എന്നും സ്വന്തം അഭിപ്രായമാണ് താൻ പറഞ്ഞതെന്നും ഉമാ തോമസ് MLA കൂട്ടിച്ചേർത്തു. അതേസമയം ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ നിർദ്ദേശിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും സസ്പെൻഷനിൽ ഒതുക്കിയാണ് നേതൃത്വത്തിന്റെ നടപടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉൾപ്പെടെ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. MLA സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസും ഘടകകക്ഷികളും എന്നാണ് സൂചന. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭാ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനവും നേതൃത്വത്തിൽ എടുത്തു കഴിഞ്ഞു. സസ്പെൻഷനിലായതിനാൽ പാർട്ടി പരിപാടികളിലോ മണ്ഡലങ്ങളിലെ പരിപാടികളിലോ പങ്കെടുക്കാൻ കഴിയില്ല എന്നതും ശ്രദ്ധേയമാണ്. സർക്കാർ പരിപാടികളിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കാനുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയതായാണ് വിവരം. രാഹുലിനെ ഒഴിവാക്കിയതിനായി ശാസ്ത്രമേളയുടെ വേദി മാറ്റി ഷൊർണൂരിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. MLA ആയതിനാൽ സംഘാടക സമിതിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കാൻ കഴിയില്ല. ശാസ്ത്രമേള പാലക്കാട് നടത്തിയാൽ സ്ഥലം MLA സംഘാടക സമിതിയുടെ ചെയർമാനോ കൺവീനറോ ആകും. അതിനാലാണ് വേദി മാറ്റം നടത്തിയത് എന്നാണ് സർക്കാരിന്റെ അറിയിപ്പ്.